യൂവേഴ്സ് മല്ലു ടാക്കീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. സിനിമാ രംഗത്തു നിന്നുള്ള പുതുത്തൻ വാർത്തകൾ, ഗോസിപ്പുകൾ, സിനിമാ റിവ്യൂകൾ എന്നിവയ്ക്കായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതെ, പൃഥ്വിരാജ് സുകുമാരൻ, അതെ നമ്മുടെ സുകുമാരേട്ടൻ്റെ മകൻ മലയാള സിനിമയിൽ അഭിനയ ശൈലി കൊണ്ടും ആക്ഷൻ കൊറിയോഗ്രാഫി കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ശ്രദ്ധേയമായ പേരെടുത്ത ഒരു യുവ നടനാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ. അതെ, പൃഥ്വിരാജ് സുകുമാരൻ്റെ ഏറ്റവും പുതിയ സിനിമയായ വിലായത്ത് ബുദ്ധ അഥവാ ഡബിൾ മോഹനൻ്റെ ബയോപിക് എന്നൊക്കെ പറയാവുന്ന സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് റിലീസായ ചിത്രത്തിന് ക്ലാസ് ആൻഡ് മാസ് റിപ്പോർട്ടുകളാണ് ആദ്യ പ്രദർശനം കഴിയുമ്പോൾ ലോകത്തെല്ലായിടത്തും ലഭിക്കുന്നത്. അതെ, എമ്പുരാൻ എന്ന സിനിമ മൂലമുണ്ടായ ഒരുപാട് വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് തൻ്റെ സ്വതസിദ്ധമായ ആക്ഷൻ ഡെലിവറിയും ഡയലോഗ് ഡെലിവറിയും മാസ്മരികത തോന്നുന്ന ഡബിൾ മോഹനൻ്റെ പകർനാട്ടവുമൊക്കെയായി വിലായത്ത് ബുദ്ധ എന്ന സിനിമ ഒരു മാസ് ക്ലാസ് പരിവേഷം പ്രേക്ഷകന് സമ്മാനിക്കുന്നു. ആദ്യ ഷോട്ട് മുതൽ അവസാന ക്ലൈമാക്സ് വരെ ഈഗോ ക്ലാഷിൻ്റെ അയ്യൊരു കളിയാണ് സിനിമ. പൃഥ്വിരാജിനൊപ്പം ഷമ്മി തിലകൻ, അതെ നമ്മുടെ തിലകേട്ടൻ്റെ അഭിനയ കുലപതി എന്നൊക്കെ പറയാവുന്ന നമ്മുടെ തിലകേട്ടൻ്റെ മകൻ ഷമ്മി തിലകൻ്റെ മറ്റൊരു അഭിനയ പകർനാട്ടവും നമുക്ക് വിലായത്ത് ബുദ്ധ എന്ന സിനിമയിൽ കാണാം. സച്ചിയുടെ മുൻകാല ചിത്രങ്ങളായ ഡ്രൈവിംഗ് ലൈസൻസ്, അയ്യപ്പനും കോശിയും പോലെ തന്നെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് വിലായത്ത് ബുദ്ധയുടെയും മുഖ്യ കഥാതന്തു. എന്നാൽ പുഷ്പ ദ റൂളർ എന്ന അല്ലു അർജുൻ സിനിമയിലൊക്കെ നമ്മൾ കണ്ട ഒരു ചന്ദനക്കടത്തുകാരൻ്റെ കഥയെ അല്ലു അർജുൻ മാസായി കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ക്ലാസ് ആൻഡ് മാസായി കാണിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. സിനിമ മുമ്പോട്ട് വെക്കുന്ന ആശയവും സിനിമ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്സും വളരെയധികം കയ്യടി അർഹിക്കുന്ന ഒന്നാണ്. അതെ, പൃഥ്വിരാജ് സുകുമാരൻ്റെ ചിലപ്പോൾ ഒരു 100 കോടി ഗ്രോസൊക്കെ നേടുന്ന സിനിമയുടെ കൂട്ടത്തിൽ വിലായത്ത് ബുദ്ധ വരും ദിവസങ്ങളിൽ വന്നേക്കാം. ആദ്യ പ്രദർശനങ്ങൾ കഴിയുമ്പോൾ എക്സ്ട്രാ പോസിറ്റീവ്, എക്സ്ട്രാ ഓർഡിനറി മാസ് ക്ലാസ് റിപ്പോർട്ടാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് ദിവസങ്ങളായി മാസങ്ങളായി കാണാത്ത ഒരു മാസ് ആക്ഷൻ പാക്ഡ് ക്ലാസ് കണ്ടന്റ് ഓറിയൻറ്റ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. വിലായത്ത് ബുദ്ധയ്ക്ക് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. ജേക്സ് ബിജോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം തിയേറ്ററിൽ അർമാദിക്കാനുള്ളതെല്ലാം ജേക്സ് ബിജോയ് ഈ സിനിമയിലും ഒരുക്കിയിട്ടുണ്ട്. സച്ചിയുടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായ ജയൻ നമ്പ്യാരാണ് സിനിമയുടെ സംവിധായകൻ. ആദ്യ സംരംഭമെന്ന് തോന്നിക്കാത്ത രീതിയിൽ വളരെ നല്ല പക്വതയോടു കൂടി ജയൻ നമ്പ്യാർ എന്ന സംവിധായകൻ പൃഥ്വിരാജ് എന്ന യുവതാരത്തെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു പാൻ ഇന്ത്യൻ കോണ്ടന്റ് കൂടിയാണ് സിനിമ. അതുകൊണ്ട് വരും മാസങ്ങളിൽ ചിത്രം കത്തിക്കയറുമെന്നാണ് പ്രതീക്ഷ. ഇറ്റ്സ് ബൈ ഫ്രം ആഷിഫ് മീഡിയ.